ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം പരിപാടികളുണ്ട്. അത് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. ഇപ്പം എല്ലായിടത്തും കെട്ടുനിറയും കാര്യങ്ങളാണ്. ഇന്ന് ഈവനിങ്ങിൽ നമുക്കൊരു ചെറിയ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കണം ആതിരയ്ക്ക്. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ് രാവിലെ. ഈ കുറച്ച് പ്രിപ്പറേഷൻസ്, എന്താണ് പ്രിപ്പറേഷൻ കാര്യങ്ങൾ, ഇന്ന് ബർത്ത്ഡേ സർപ്രൈസ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞ് വഴിയേ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പ്രിപ്പറേഷൻ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഈവനിങ്ങിൽ ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ അരച്ചു വെച്ചു. ഒരു 6 hours ആവണ്ടേ. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ അത് ചൂടോടെ ഉണ്ടാക്കാം, അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നൂൽപ്പിട്ടാണ്. വെള്ളപ്പം നൂൽപ്പിട്ടും, അതായത് ഇടിയപ്പം. പിന്നെ ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പാസ്ത കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ല, അപ്പോൾ പാസ്ത. ഇത്രയാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഡെസേർട്ടായിട്ട് പുഡിങ് ഉണ്ടാക്കണം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ ഇത്രയും സാധനങ്ങളുടെ ഇടയിൽ അതിന് സമയം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ പറ്റിച്ചാൽ ഒരു മുട്ടക്കറിയും കൂടെ ഒരു കറിയായിട്ട് ഉണ്ടാക്കണം. പിന്നെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്, അത് ഉണ്ടാക്കണം. അപ്പോൾ ഗ്രീഷ്മ അവിടെ സുറുമയും കാര്യങ്ങളും ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നോ. നമുക്ക് നിർവാണ പോലെ ചെയ്യാം. ഫിഷ് നിർവാണ വെള്ളപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നൊരു ഗംഭീര ട്രീറ്റ് അങ്ങനെ ആയിക്കോട്ടെ, അതിനെ സർപ്രൈസ് ചെയ്യിക്കാമെന്ന് വെച്ച്. പിറന്നാൾ 2 ദിവസം കഴിഞ്ഞിട്ട്, പക്ഷെ അത് വർക്കിംഗ് ഡേയും കാര്യങ്ങളൊക്കെ ആയ കാരണം എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല. പിന്നെ കേക്കും ഗ്രീഷ്മ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അതിന് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് റെഡി ആക്കട്ടെ. അപ്പോൾ അതിലേക്ക് പറ്റിയിട്ടുള്ള ഗിഫ്റ്റാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒന്നൊരു മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ്, പിന്നെ ഒന്നൊരു അടിപൊളി ഗിഫ്റ്റാണ്. എന്താ പറയുക, അത് പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളൊരു ഭയങ്കര എല്ലാ കാര്യത്തിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ പോലത്തെ ഒരു ഗിഫ്റ്റ് ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഇതുപോലെ ഒരു വണ്ടർ വുമൺ കോൺസെപ്റ്റിൽ ഇങ്ങനെ സാധനം വിചാരിച്ചു. അതായത് പ്രൊഫസറാണ്, PhD ചെയ്യുന്നുണ്ട്, ബേക്കിംഗ് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ കാര്യം നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും കൈ വെക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മൾട്ടി ടാസ്കിങ് ഒരു ലേഡിയാണ്, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല ഒരു ഗിഫ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ സർപ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കരയുന്ന വളരെയധികം സർപ്രൈസുകൾ ഇഷ്ടമുള്ള, ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് ഫുൾ സർപ്രൈസ് കോർഡിനേറ്റ് ചെയ്ത് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ സർപ്രൈസ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം ഇപ്പോൾ രംഷേട്ടനെ പറയുന്ന പോലെയാണ്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു തരുന്ന ഒരാളെ തിരിച്ചത്രയും അങ്ങോട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം എന്നാലും ഞെട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ഇത് എന്തായാലും പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതേ നമ്മുടെ ഫൈനൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഗിഫ്റ്റ് പാക്കിംഗ് ഈ കവറിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ മെയിൻ കോഴ്സിലേക്ക് കിടക്കാൻ. ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ, കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്, കാരണം അതിന്ന് ചെയ്ത് തീർത്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഓപ്പറേഷനൊക്കെ ഓൾറെഡി ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുടിയുടെ ഒരു കോലം നോക്കിക്കേ. ഇന്ന് രാവിലെ കുളിയൊക്കെ ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചത് കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഫുള്ള് ഇവിടെയൊക്കെ കേളിയായി തുടങ്ങി. ഒന്നും കൂടെ പോകണം നമുക്ക്. എന്താ പറയുക, ഞാൻ അന്ന് ലെയർ കട്ട് ചെയ്തതല്ലേ ദീപാവലി. അയ്യോ എന്തൊക്കെയോ സൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ദീപാവലിക്ക് അന്ന് ലെയർ കട്ട് ചെയ്തതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ കംപ്ലീറ്റ് ചുരുണ്ട് നാശമായി. അപ്പം ഞാൻ ഇന്നൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ. അഗാരോൻ്റെ ഈ ഒരു ബ്ലോ ഡ്രൈ എന്താ പറയുക ഒരു സ്റ്റൈലർ. ഇതിൻ്റെ മുന്നേ ഞാൻ 2 പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ട് അവരുടെ, നമ്മുടെ സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഈ ദിവാലിയുടെ എൻ്റെ ലുക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ. കാരണം ശരിക്കും ബ്ലോ ഡ്രൈ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 1000 രൂപയൊക്കെ നമുക്ക് ഓരോ പ്രാവശ്യം ബ്ലോ ഡ്രൈ ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ബ്ലോ ഡ്രൈ ചെയ്യാറ്. അപ്പോൾ ആ ബ്ലോ ഡ്രൈ ചെയ്യാനുള്ളതും സ്റ്റൈലിങ് ചെയ്യാനുള്ളതും പെട്ടെന്ന് ഡ്രൈ ആക്കാനുള്ളതും ഉണക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള മൊത്തത്തിലൊരു സാധനമാണ്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. ഇത് ഭയങ്കര അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് അഗാരോൻ്റെ ഈ വോളിമൈസർ ഹെയർ ഡ്രയർ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും സഹായിക്കും. നൈലോൺ പിൻ ബ്രിസിൽസ് ആ റൗണ്ട് ടിപ്സിലുള്ളത് നമ്മുടെ ഹെയർ ഈസി ആയിട്ട് ഡീറ്റാങ്കിൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഈസി ടു ഗ്രിപ്പാണ് കേട്ടോ. സുഖമായിട്ട് നമുക്ക് കൈ പിടിച്ചിട്ട് ഇതേ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടിപ്പ് ആൻറ്റി സ്കാൽഡിങ് ടിപ്പാണ് കേട്ടോ. അതായത് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മുടെ കൈയും സ്കാൽപ്പൊന്നും പൊള്ളില്ല. പിന്നെ 3 ഹീറ്റ് ആൻഡ് 2 സ്പീഡ് സെറ്റിംഗ്സ് ഉണ്ട്. ഒന്ന് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ സ്പീഡ്, ഒന്ന് മീഡിയം ടെമ്പറേച്ചർ ആൻഡ് ലോ സ്പീഡ്, ഒന്ന് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ സ്പീഡ്, പിന്നെ ഓഫ്. ഇങ്ങനെ ഇതിന് 360 ഡിഗ്രി സ്വിവൽ പവർ കോഡാണ് ഉള്ളത് കേട്ടോ. അതേപോലെ തന്നെ പവർ കേബിളും ഉണ്ട്. പിന്നെ ഇത് സെറാമിക് ടൂർമലൈൻ കോട്ടഡ് ബ്രഷ് ഹെഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ എയർ ഫ്ലോ വെന്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി എയർ സർക്കുലേറ്റ് ആണ്.
അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡ്രൈ ഹെയറിലാണ് സെറ്റാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വെറ്റ് ഹെയറിലാണ് ഇതുപോലെ കുളിച്ചിട്ടുള്ളതെല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് വെള്ളം വീഴുന്ന വെറ്റ് ഹെയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതല്ലാതെ ഇങ്ങനെയുള്ളതിലാണ് യൂസ് ചെയ്യുക. ഇതിൽ 1200 വാട്ട് ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി കിട്ടും. ഒരുപാട് നേരം നമുക്ക് ഇട്ടിട്ട് മുടി നാശാവുക അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് ക്രൗൺ പോർഷൻ ഭയങ്കര വോള്യൂമായിട്ട്, മറ്റേതിങ്ങനെ ചപ്പിയ പോലെയല്ലേ നമ്മുടെ മുടി ഇരിക്കുന്നത്. ഇതിങ്ങനെ താഴ്ത്തുനിന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മുടി ഉണക്കാന്ന് മാത്രമല്ല, നമ്മൾ ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാനും കൂടി പറ്റും. നല്ല വോള്യൂം കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ താഴെ കേളി വേണമെങ്കിൽ പറ്റും. എൻ്റെ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഇത്രയാണ് മാക്സിമം പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ സെറ്റായി. ഈ ഡ്രസ്സും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി 1-2 ഷൂട്ടിങ്ങും കൂടെ ഉണ്ട്. 1-2 ഡ്രസ്സെങ്കിലും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് വേണം ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാൻ. അപ്പോൾ അമിത്ത് കുട്ടീനെ കൊണ്ടാക്കി വരാൻ പോവാല്ലേ? ഞാൻ വരണം. ഉള്ളി നുറുക്കാണ്ട്. എന്തായി പരിപാടികളൊക്കെ? അപ്പക്ക് ഞാൻ നൂൽപ്പെട്ട് ഉണ്ടാക്കട്ടെ. നൂൽപ്പെട്ട് ഉണ്ടാക്കി വെക്കാം. ചിക്കൻ കറി ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് ആയി വെച്ചാലല്ലേ. ആ വേണ്ട, അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഉള്ളി നുറുക്കി തന്നാൽ മതി. വെള്ളപ്പം പിന്നെ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാം. ഫിഷ് ഫ്രൈ ഗ്രീഷ്മ കൊണ്ടുവരും. എന്നിട്ട് ഞാനത് നിർവ്വാണയാക്കി മാറ്റും. യെസ്. പിന്നെന്താ, പാസ്ത ഉണ്ടാക്കണം. അയ്യോ വേഗം വരൂ. ഇപ്പം സമയം 3 മണി. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയണം. അപ്പോഴാണ് എനിക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിച്ച് പോകാൻ പറ്റുള്ളൂ. ഇനി തല്ലൂട്ടായി. ഈവനിങ് പ്രിപ്പറേഷൻ. ഇവിടെ ഒരാള് സീതാപ്പഴം അടിച്ചു മിന്നിക്കാണ്. നേരത്തെ ഞങ്ങൾ 2 വാങ്ങിക്കൊടുന്നു. അത് മതിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എവിടെ കാണാനില്ല രംഷേട്ടനെ. പായസം കഴിക്കുന്ന പോലെ അടിച്ച് കയറ്റിയാണ്. നേരത്തെ മുഴുവൻ ഞാൻ കഴിച്ചു. ആർത്തി ഒന്ന് ഞാൻ കൊടുത്തു, എന്നാലും അധികം കൊടുത്തില്ല. നാട്ടിലെ സീതാപ്പഴത്തിനേക്കാളും ടേസ്റ്റ് പോലെ നല്ല മധുരം, പഞ്ചസാര ഇട്ട പോലെ ഉണ്ട്. നല്ല ടേസ്റ്റ്. അപ്പൊ ഞാന് രംഷേട്ടനെ കാത്തുക്കാണ്. ഇവിടെ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം ചിക്കൻ ഉണ്ടാക്കണ്ടേ. ചിക്കൻ ഒന്ന് പിടിക്കണം. വറുത്തരച്ച ചിക്കൻ കറിയാണ്. നൂൽപ്പെട്ട് വെള്ളപ്പോടെ ഡിഷ് വാഷറിന്റെ സൗണ്ട് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നാം. അപ്പൊ ഞാൻ നൂൽപ്പെട്ട് ഉണ്ടാക്കട്ടെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നൂൽപ്പെട്ട് പൊടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചക്കപ്പഴം എന്ന് പറയും. സീതാപ്പഴം. ഞങ്ങൾ എന്തുകൊണ്ട് ചക്കപ്പഴം പറയണമെന്നറിയില്ല. അതായത് ചക്കട പോലല്ലേ ടേസ്റ്റും. അതാണ് സീതാപ്പഴം, ചക്കപ്പഴം, കസ്റ്റാർഡ് ആപ്പിൾ. ശരിക്കും ഇതിന് സീതാഫൽ എന്നാണല്ലോ പറയാ ഇവിടെയൊക്കെ. സീതാഫൽ എന്താ പറയാ, അത് മറന്നു പറയാൻ വന്നത്. ടേസ്റ്റിന്റെ കാര്യം പറയാനാവും. ജ്യൂസ് അടിക്കാൻ പറ്റുമോ ഇപ്പൊ? ഇതിന്റെ ഐസ്ക്രീം അതാണ് പറയാൻ വന്നത്. താങ്ക് യു. നാച്ചുറൽസില് ഏറ്റവും മൂവിങ് ഐസ്ക്രീം മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം അതാ സീതാഫല്. ഭയങ്കര, അതും ടെൻഡർ കോക്കനട്ടും. ജ്യൂസ് അടിക്കാൻ പറ്റുന്നുണ്ടാവോ? ഇനിയിപ്പോ ജ്യൂസ് അടിക്കാൻ സമയമില്ല. പറ്റുമോ അറിയില്ല. എല്ലാം നമുക്ക് ചെയ്ത് നോക്കാലോ. ഉള്ളിക്കൊക്കെ ഒരു സീതാഫലത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അയ്യോ അങ്ങനെ പറയരുത്. നമ്മളിവിടെ എപ്പോഴും ഇങ്ങനത്തെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പാർട്ടി ഫംഗ്ഷൻ എപ്പോ വെക്കുമ്പോഴും എന്നും നാടൻ പലഹാരത്തേക്കാണ് പോവാട്ടോ അല്ലെ. അത് എന്താണെന്നറിയില്ല. അത് പൊതുവേ നമ്മുടെ നാട്ടിലാകുമ്പോ എപ്പോഴും ഇങ്ങനെ കുറച്ച് മന്തി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അധികം ഉണ്ടാവും. പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ വരുമ്പോ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ നാടൻ പലഹാരം. പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ നൂൽപുട്ട്, വെള്ളപ്പം, ഇങ്ങനെ പുട്ട്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇങ്ങനത്തെ സാധനങ്ങൾ. ഈവൻ പാസ്ത പോലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടികൾക്കും ഇഷ്ടം കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. അത് അല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ ബിരിയാണി. ഇപ്പൊ ബിരിയാണി പോലും അല്ല, ഇപ്പൊ ചോറും മീൻകറി, ഫിഷ് ഫ്രൈ, ഉപ്പേരി, ആ ഒരു ലെവലിലേക്ക് എത്തി തുടങ്ങി ആർത്തി എന്നുള്ളതാണ്. നൊസ്റ്റാൾജിയാണോ എന്താ ഇതിന് കാരണം? എനിക്ക് തോന്നുന്നു കേരളം വിടുന്ന എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ഗെറ്റ് ടുഗദർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫുഡുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതെന്തായിരിക്കും കാരണം? നമുക്ക് ആ ഒരു, നമ്മൾ എന്നും പറയുമ്പോൾ അങ്ങനെ ദോശ ഇഡ്ഡലി കഴിച്ചാലും നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഒന്നും സൗത്ത് ഇന്ത്യൻ ഫുഡല്ലല്ലോ അധികം കഴിക്കുക. അതായിരിക്കും ഇങ്ങനത്തെ ഒക്കേഷൻ വരുമ്പോൾ ഇങ്ങനത്തെ ഫുഡിനോട് ഒരു പ്രത്യേക തരം താല്പര്യം. അത് ഞങ്ങൾ എല്ലാവർക്കും ഈ കേരള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് വേറൊരു അപ്പീലില്ല അതിൻ്റെ കാര്യത്തിൽ. ഇതെന്താ തൊപ്പിയൊക്കെ വെച്ചിട്ട്? കൊണ്ടാക്കി വന്നോ പിന്നെ അങ്ങനെ പിന്നെ കിച്ചണില് തൊപ്പി വെച്ച് കയറണമെന്നല്ല പറയാ. ശരിയാ. അതുകൊണ്ടാട്ടോ ഞാൻ ഈ വലിയ കാര്യത്തില് ഇതൊക്കെ ചെയ്ത് ബ്ലോ ഡ്രൈ പോലെയൊക്കെ ചെയ്തിട്ട് മുടി നല്ലോണം കെട്ടി വെച്ചത്. കാരണം
അടുക്കളയിൽ വല്ലവർക്കും കൊടുക്കുമ്പോഴും ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ മുടി വീണാൽ മോശമല്ലേ? അപ്പൊ ഞാനതാണ് തൊപ്പി വെച്ചത്. വീഴാൻ മുടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അതൊരു സത്യം. ഉള്ളി വെളുത്തുള്ളി എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് മുറുക്കും. എനിക്ക് ഏറ്റവും മടിയുള്ള പരിപാടിയായിട്ട് ഈ ഉള്ളി മുറുക്കല്. സീതാപ്പഴം കഴിക്കുമ്പോ വീടിന്റെ വടക്കോറ് ഓർമ്മ വരിക. ഈ വീടിന്റെ കിച്ചൺ ഓർമ്മ വന്ന് അങ്ങോട്ട് പണിയെടുക്കുക. വടക്കോർത്ത് ഇരുന്നിട്ടാ ഞങ്ങള് സീതാപ്പഴം കഴിക്കാറ്. അപ്പൊ അതാ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട ഒരു ചെറിയ അബദ്ധം പറ്റി. വേറെ ഒന്നല്ല, നൂൽപ്പിട്ട് ഫ്ലോപ്പായി. അതെന്താ പറ്റി അറിയില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ്. അത് ശരിക്കും വറുത്തിട്ടില്ലേ എന്ന് എനിക്ക് നല്ല സംശയം. കാരണം ഞാൻ നോർമലി ഇവിടെ ഉണ്ടാക്കുന്ന പൊടി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ആവാറുണ്ട്. ഇത് ഭയങ്കര വെള്ളം, അതായത് ഒരു കപ്പ് പോലും ഒഴിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അത് ഫ്ലോപ്പായി. അപ്പൊ ഞാൻ എന്തായാലും റിസ്ക് എടുക്കില്ല, ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ ചപ്പാത്തി ആക്കാന്ന് വിചാരിച്ചു. പൊറോട്ട വേണ്ട, പൊറോട്ട ഇപ്പൊ എന്തോ അത് പറ്റാറില്ല. അപ്പൊ ചപ്പാത്തി ആൻഡ് വെള്ളപ്പം, പിന്നെ പാസ്തയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറയല്ലോ, കുട്ടികൾക്കും എല്ലാവർക്കും പാസ്ത ഉണ്ടെങ്കിൽ തന്നെ വിഷയം ചപ്പാത്തിയുടെ ആവശ്യമില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഡിസാനോടെ പെനി പാസ്തയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഫുൾ ഹോൾ വീറ്റ് ഡുറം വീറ്റ് പാസ്തയാണ്. നമ്മൾ ഫുള്ള് മൈദയൊന്നും ഇല്ലാത്ത ഫുൾ ഹെൽത്തി പരിപാടിയാണല്ലോ ഇപ്പോൾ. അപ്പൊ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം കുട്ടികൾക്ക് പാസ്ത ഇല്ലാത്തൊരു പരിപാടിയില്ല. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല ആൽഫ്രെഡോ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാം. അപ്പം ഈ പാസ്ത നോ മൈദ, 0 കൊളസ്ട്രോൾ ആൻഡ് ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണ് കേട്ടോ. അപ്പം നമ്മൾ കുക്കിംഗ് ഓയിൽ എപ്പോഴും ഈ പാസ്ത ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒഴിക്കാനൊക്കെ നല്ലത് എപ്പോഴും ഒലീവ് ഓയിലാണ്. ഈവൻ സാലഡ്സും ഡ്രസ്സിങ്ങും ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചത് ഡിസാനോൻ്റെ ഒലീവ് ഓയിലാട്ടോ. ഇത് കുറച്ച് നല്ല ഒലീവ് ഓയിലാണ്. സംഭവം അടിപൊളിയാണ്. തന്നെ ഈ ഒലിവ് ഓയിൽ പല യൂസിനും നമുക്ക് പറ്റും. സോട്ട് ചെയ്യാനും ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ. ഇത് പാക്ക് ചെയ്തിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ 0 കൊളസ്ട്രോൾ ആൻഡ് ട്രാൻസ് ഫാറ്റ് ആണ്. ഗിൽറ്റ് ഫ്രീ കുക്കിംഗ് ആണ് കേട്ടോ. അധികം ആർഭാടങ്ങളൊന്നുമില്ല. ചിക്കനോ മഷ്റൂമോ ഒന്നും ഇടാത്ത നോർമൽ പ്ലെയിൻ ആൽഫ്രെഡോ പാസ്ത ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കുക. അപ്പോൾ ഏതൊരു പാർട്ടിക്കും ഞങ്ങൾ അതും കൂടെ ഇപ്പം എൻ്റെ പിറന്നാളിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. വേഗം അതും കൂടെ ഉണ്ടാക്കണം. അതിൻ്റെ സോസും ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കട്ടെ. അപ്പോൾ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ അതും കൂടെ ഉണ്ടാക്കില്ലേ വേണ്ടത്. ഗ്രീഷ്മയുടെ പെട്ടി എത്തിയിട്ടുണ്ട്. ഗ്രീഷ്മ നല്ല സുറുമ ഫ്രൈ, നെയ്മീൻ ഫ്രൈ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിർവാണി ഉണ്ടാക്കി ഇതിനെ കൊളാക്കണ്ട, നല്ല അടിപൊളി ഈ ഫ്രൈ അങ്ങനെ തന്നെ കഴിക്കാൻ അംശേട്ടന് വേണം. പിന്നെ അവൾ സർപ്രൈസ് ആയിട്ട് പറയാതെ ഉണ്ടാക്കിയിരുന്നോള് പരിപ്രഥമ ഡെസേർട്ട്. ഇത് കണ്ടപ്പോഴേക്ക് അംശേട്ടൻ ഇപ്പം തന്നെ പരിപ്രഥമ വേണം. ചായക്ക് പകരം വേറിട്ട് ഞാൻ തൽക്കാലം എടുക്കുകയാണ്. അവർക്ക് അവിടെ കുടിക്കാനുണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനെന്തായാലും എടുക്കാൻ പോവാണ്. ഗ്രീഷ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ പരിപ്രഥമ. നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം അതേ ഗിഫ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് റാപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു നോട്ടും കൂടെ നമ്മൾ എന്താ പറയുക എഴുതി, ഇത് പ്രിൻ്റ് എടുത്തതാണ്. പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ബർത്ത്ഡേ കാർഡ് എന്നല്ല, കാർഡാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമല്ലേ. അപ്പം നമ്മൾക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ടിനെ പറ്റി എന്താണോ എഴുതാനുള്ളത് അത് ഇതിൽ എഴുതി ചെയ്യുമ്പോൾ അതൊരു നല്ല ടിപ്പാണ്. ആക്ച്വലി എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റിനേക്കാളും ആളുകൾക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. അത് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കണ്ട് കഴിഞ്ഞാൽ കരഞ്ഞ് മെഴുകുന്ന ആളാണ്. സർപ്രൈസുകളും ഇങ്ങനത്തെ എഴുത്തും വായനയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എഴുതണതും കാര്യങ്ങൾ, അപ്രീസിയേഷൻ നോട്ട്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഓരോരുത്തരും ആൾക്കാർ ഇപ്പോൾ എനിക്കിത് ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരുപോലെയാണ്. എനിക്കൊന്നും ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സർപ്രൈസൊക്കെ ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഇങ്ങനത്തെയൊക്കെ ഒന്ന് എഴുതി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്താണ് അവരുടെ റിയാക്ഷൻ എന്ന് നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, നോക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നൂൽപ്പിട്ട് ഫ്ലോപ്പായ കാരണം ദേ ചപ്പാത്തി റെഡിയായി. അപ്പോൾ എനിക്കൊരാഗ്രഹം, നൂൽപ്പിട്ട് ഫ്ലോപ്പായി എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റില്ല, പുട്ടുണ്ടാക്കാമെന്ന്. ആക്ച്വലി ഇതൊക്കെ കഴിക്കാൻ ഞങ്ങളൊരു 10 പേരുണ്ട്. ഇത്രയും സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് ഗ്രീഷ്മ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ട്, നൂൽപ്പിട്ടുണ്ട്, വെള്ളപ്പുണ്ട്, മുട്ടക്കറി ഉണ്ട്. ഞാൻ കാണിച്ചു തരാൻ വരും. ഇത് വെള്ളപ്പത്തിൻ്റെ മാവ് ഞാൻ രാവിലെ അരച്ചതാണ്. പക്ഷേ ഇത് വെള്ളപ്പം ഉണ്ടാക്കി കൊണ്ടുപോയി അത് തണുക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് മുട്ടക്കറി. ഇത് തികയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയ മുട്ടക്കറിയാണ്. പക്ഷെ തികയുമായിരിക്കും.
ഇത് ചിക്കൻ നല്ല വറുത്തരച്ച ചിക്കൻ കറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫിഷ് ഫ്രൈ, നെയ്മീൻ ഫ്രൈ ഗ്രീഷ്മ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നിർവ്വാണം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്ക് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അത് അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാസ്ത ഉണ്ട്, പിന്നെ ഗ്രീഷ്മയുടെ പരിപ്രഥമൻ, പിന്നെ ഐസ്ക്രീം ഉണ്ട്. അതിന് എടുക്കാൻ മറക്കാതിരുന്നാൽ മതിയായിരുന്നു. നിർവ്വാണയ്ക്കുള്ള ഇല വരെ ഉണ്ട്. കുറച്ച് മരടിച്ച ഇലയായി പോയെന്നല്ലോ. അപ്പോൾ നിർവ്വാണയ്ക്ക് നിർവികാരമുള്ള ഇല. അതെ. അപ്പൊ ഇന്ന് നമുക്കൊരു അയ്യപ്പ പൂജ ഉണ്ട് ഇവിടെ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫുൾ കെട്ടുന്നറിയായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ അപ്പം അയ്യപ്പ പൂജ ഒന്ന് പോയി തൊഴണം എന്നുണ്ട്. അപ്പം ഞാനെന്താ വെച്ചാൽ ഫുൾ ഒന്ന് കുളിക്കാതെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി ഒന്ന് കുളിച്ചിട്ട് രംഷേട്ടൻ ഓൾറെഡി റെഡി ആയിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ രംഷേട്ടനെങ്കിലും പോകുന്നു. പക്ഷെ എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം നാട്ടിൽ ഇതൊക്കെ ഉണ്ണിപ്പിണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ സംഭവം ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ 2 ദിവസം മുന്നേ അയ്യപ്പ വിളക്ക് കഴിഞ്ഞ് അമ്മ വീഡിയോ ഒക്കെ അയച്ചെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അപ്പോൾ അത് മിസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതൊന്ന് പോയി തൊഴണമെന്നുണ്ട്. വേഗം കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് പോവാം. സോ ദേ ഫൈനൽ റെഡിയായി. എല്ലാതും ഇവിടെ വെക്കട്ടെ. നമ്മൾ അത്യാവശ്യം അടിപൊളിയാക്കി കളറാക്കിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇപ്പോൾ ഞാൻ കുളിച്ചു റെഡിയായി. ഇനി നമ്മൾ നേരെ അവിടെ അയ്യപ്പൻ്റെ അവിടെ ഒന്ന് പോയി ഒന്ന് തൊഴുതിട്ട് പിന്നെ നമുക്ക് ആതിരയുടെ വീട്ടിൽ പോകും. സമയം 6:30 ഉള്ളൂ. ഒരു 7:45 എത്താം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് അയ്യപ്പ പൂജയ്ക്ക് പോവാം. നമ്മൾ പോയി വന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് ഭയങ്കര രസം. അവിടെ തന്നെ കുറേ നേരം ഇരുന്നു കേട്ടോ. നമ്മൾ ഒരു 1/2 മണിക്കൂറിന് പോയി വരാമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഇരുന്നു. ഇനി നമ്മൾ നേരെ അതിരുടെ ഹസ്ബൻഡെ വിളിച്ചിരുന്ന് ആളിപ്പോൾ എത്തും. ഓഫീസിൽ നിന്ന് ഇങ്ങനെ എത്താറായി. അപ്പോൾ എത്താറാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 10-15 മിനിറ്റിൽ എത്തുമ്പോൾ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ ഇറങ്ങട്ടെ. അമ്മേ ഇതിന് പക്ഷേ സഹായത്തിന് വേണം. ഈശ്വര Dear Atira, you are the quiet sunrise that warms every heart you touch, the gentle rhythm that keeps so many lives in harmony. With one hand you hold your dreams, pages of a PhD, yet unwritten ideas blooming brighter than dawn, and with the other, you you hold your home together with a love that എല്ലാ സെറ്റും കൊണ്ടും ഡാൻസും തുറക്കാൻ വയ്യ അന്ന് വെച്ചോ. കരരുതിട്ടാ
ബാക്കിയുണ്ടെന്ന് അറിയാനായിട്ട് ഇതെങ്ങനെയാ ചെയ്തേ? ചെയ്തോ അതൊക്കെ ചെയ്തു തരാൻ ആൾക്കാരില്ലേ ലോകത്ത്? ഒരു പുച്ഛം. അതെ ഒഫീഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. അതാണ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ്. സന്തോഷ ജന്മദിനം കുറേ ഉണ്ടല്ലോ. കുറവൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇനി പ്രതീക്ഷിക്കരുതൊന്നും. നീ അല്ലാതെ കഴിപ്പിക്കണ്ടേ, നിന്നല്ലേ കഴിപ്പിക്കണ്ടേ? ജിമ്മൊക്കെ പോയിട്ട് ഇതാ തടിയൊക്കെ കയറ്റി. പോയ തടിയൊക്കെ തിരിച്ചു വരട്ടെ. നീ അയ്യോ ഊതിയില്ല. അതാവൂ ആ സാധനം പോയി മതി. ഇനി ഉദ്യോഗി അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ 10 മണി വരെ ഞങ്ങളിരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോഴാണ് വെള്ളപ്പത്തിൻ്റെ മാവേ കൊണ്ടുവന്നിട്ടുള്ളൂ, അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ഒരു ബോധം വന്നത്. അപ്പോൾ ഗ്രീഷ്മ വേഗം വെള്ളപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ്: വെള്ളപ്പം, മുട്ടക്കറി, നല്ല നെയ്മീൻ വറുത്തത്, പാസ്ത, പുട്ട്, പിന്നെ ചിക്കൻ വറുത്തരച്ചത്, അതുപോലെ ചപ്പാത്തി, പിന്നെ നമ്മുടെ ഡിസേർട്ടായിട്ട് ഗ്രീഷ്മ കൊണ്ടുവന്ന പരിപ്രഥമനും ഉണ്ട്. ഞാൻ ഐസ്ക്രീമും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ കുറയ്ക്കാൻ ഗംഭീരമായ ഒരു ഫീസ്റ്റ് തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു 11:30 ആയിട്ടോ എല്ലാം കഴിച്ച് കഴിഞ്ഞ്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, കുറേ നേരം സംസാരിച്ചു, നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തതേ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങുകയാണ്. കാരണം എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ പൊക്കി വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ എത്തിയിട്ടോ. ഇപ്പോൾ സമയം 12:15 വന്നതേ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് രാവിലെ നീച്ചല്ലേ, നമ്മളൊന്നും റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ആക്ച്വലി പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. ഒരു ഫുൾ ഡേ അവിടെ ഇങ്ങനെ നിൽക്കണം എന്ന് തോന്നി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും വയ്യ, ടയേർഡൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അതിലേക്ക് ഭയങ്കര സർപ്രൈസായി ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ നമ്മുടെ നിർവ്വാണയൊക്കെ ഇവിടെ തന്നെ നിർവികാരമായി ഇരിക്കുന്നുണ്ട്. ആ പ്ലാൻ നമ്മൾ ആക്ച്വലി ക്യാൻസൽ ചെയ്തു ലാസ്റ്റ് ടൈമിൽ. പക്ഷെ അത് അടിപൊളിയായിരുന്നു. ക്യാൻസൽ ചെയ്ത് നന്നായി, കാരണം അത്ര സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആയിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ. ഇനി വേഗം കടന്നുറങ്ങുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു, പറ്റുന്ന പോലെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ. ബൈ.